ഹലോ. ഇന്ന് വൈകുന്നേരത്ത് ചായയുടെ കൂടെ ചേമ്പ് പുഴുങ്ങാമെന്ന് വിചാരിച്ച് ചേമ്പൊക്കെ എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇന്നലെ വാങ്ങിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഇപ്പം നമുക്കിവിടെ ചേമ്പൊന്നും കൃഷി ചെയ്യാൻ പറ്റുകേല. പന്നി ശല്യം ഭയങ്കര അധികമായിട്ടുണ്ട്, വളരെ അധികമായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം ഈ വക സാധനങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരവസ്ഥയാണ്. അപ്പോൾ കുറച്ച് ചേമ്പേ ഞാൻ എടുക്കുന്നുള്ളൂ, ബാക്കി തിരിച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ചേമ്പൊക്കെ ചിരണ്ടുകയാണ്. സാധാരണ ഉണ്ടാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്ന് ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് ആവിയിൽ പുഴുങ്ങിയെടുക്കാമെന്ന് വിചാരിച്ചു. പണ്ട് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ അങ്ങനെ കഴിച്ചിട്ടുള്ളതാണ്. പിന്നീട് നമ്മളിപ്പോൾ കുക്കറും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളായതിനു ശേഷം നമ്മൾ കുക്കറിലാണ് വെക്കാറുള്ളത്. അങ്ങനെ ഞാൻ ചേമ്പൊക്കെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒന്ന് കഴുകാനായിട്ട് പോവുകയാണ്. രണ്ട് ചേമ്പ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. വല്ല അവിയലിലോ മെഴുക്ക് പുരട്ടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളമൊക്കെ നിറച്ച് സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിമൊക്കെ ഓൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരു തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ വെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചേമ്പിൻ്റെ കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ ആവിയിൽ പുഴുങ്ങി എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. ചെറുതായിരുന്നപ്പോൾ വീട്ടിൽ അങ്ങനെ ഉണ്ടാക്കി തന്ന് കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ചായ ഇടാനായിട്ട് പാലും വെള്ളവും കൂടി വെച്ചിട്ടുണ്ട്. ഇന്ന് ചായ അല്ല കേട്ടോ, ഇന്ന് ബ്രൂ കോഫിയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ ചേമ്പ് കഷ്ണങ്ങൾ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിലേക്ക് വെച്ച് കൊടുക്കാൻ പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ചേമ്പും നമുക്ക് കിട്ടാക്കനിയായി. ഇഞ്ചി, മഞ്ഞൾ, ചേമ്പ്, ചേന, കപ്പ ഇങ്ങനെയുള്ള യാതൊരു സാധനവും നമുക്ക് ഇപ്പോൾ കിട്ടാറില്ല. അതുകൊണ്ട് തന്നെ ഇവയൊന്നും നമ്മളിപ്പോൾ കൃഷി ചെയ്യാറുമില്ല. എല്ലാം നമ്മൾ പുറത്തുനിന്ന് മേടിക്കുകയാണ്. അങ്ങനെ ചെമ്മീൻ കഷ്ണങ്ങളൊക്കെ ഇഡ്ഡലി പാത്രത്തിൻ്റെ തട്ടിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്, അടച്ചു വെച്ചിട്ടുണ്ട്. നമ്മുടെ കോഫിയൊക്കെ തിളച്ചിട്ടുണ്ട്. കോഫി പൗഡറൊക്കെ ഇട്ട് കൊടുത്ത് കോഫിയൊക്കെ തിളച്ചു. നമ്മളങ്ങനെ എപ്പോഴും ഒന്നും ബ്രൂ കോഫി ഒന്നും ഉണ്ടാക്കാറില്ല, ചായ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. വല്ലപ്പോഴും ഒക്കെ ഉണ്ടാക്കാറുള്ളൂ. അങ്ങനെ ഇന്ന് ഇത്തിരി പഞ്ചസാര കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ സാധാരണ ചായക്ക് പഞ്ചസാര ഉപയോഗിക്കാറില്ല. ബ്രൂ കോഫിക്ക് ഇത്തിരി പഞ്ചസാര ഇട്ടില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കാണത്തില്ല. അതുകൊണ്ടാണ് പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ചേമ്പൊക്കെ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വെന്ത് വരുന്നതേ ഉള്ളൂ, നല്ലപോലെ ആയിട്ടില്ല. അതുകൊണ്ട് വീണ്ടും ഞാനങ്ങ് അടച്ചു കൊടുത്തു. എന്താണേലും ചേമ്പ് റെഡിയാകുന്നതിന് മുമ്പ് തന്നെ കോഫി കുടിക്കാമെന്ന് വിചാരിച്ചു. ഇതിനിടയ്ക്ക് ഞാൻ മുളക് ചമ്മന്തി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പച്ചമുളക്, വെളുത്തുള്ളി, ചുവന്നുള്ളി ഇതൊക്കെ ചേർത്ത് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുത്തതാണ്. ഇനി മുളക് ചമ്മന്തി ഉണ്ടാക്കുമ്പോഴൊക്കെ ഞാൻ 2 കഷ്ണം വെളുത്തുള്ളി കൂടി ചേർക്കാറുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലാത്തവരങ്ങനെയൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി പാത്രം ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ചേമ്പിൻ കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഒന്നെടുത്ത് നോക്കാം. നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വൈകുന്നേരം ചേമ്പ് പുഴുങ്ങിയതും ബ്രൂ കോഫി. അപ്പോൾ ചേമ്പും കോഫിയും ഒക്കെ കഴിച്ചിട്ട് വരാം. ഓക്കേ. അപ്പോൾ അടുത്ത നല്ല മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഇപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.